ഹായ് ആൾ, അവയു എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നലെ ഞാനൊരു ബുക്ക് വായിച്ചേ. ആ ബുക്കിലൊരു സ്റ്റോറി കണ്ടു. അതിൽ പറഞ്ഞേക്കുന്നൊരു സാധനം വായിച്ചപ്പോൾ എനിക്കിത് കറക്റ്റായിട്ട് തോന്നിട്ടോ. നമ്മൾ ഈ ദൂരദേശങ്ങളിൽ ജോലിക്കൊക്കെ പോയേക്കണ ആൾക്കാരില്ലേ, അവരുടെ പേരൻസ് വയ്യാതായി കിടപ്പിലായി കഴിയുമ്പോൾ അവരുടെ ഡെത്ത് ബെഡിൽ അവർക്ക് ലാസ്റ്റ് വിഷ് അവരുടെ മക്കളെ കാണണം എന്നായിരിക്കുമല്ലോ. അപ്പോ ആ സമയത്ത് ജോലി തിരക്കുകൾ കാരണമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വരാൻ സാധിക്കുമായിരുന്നിട്ടും മെനക്കെടാൻ വയ്യ ഇന്ന് ചിന്തയിൽ, ഇച്ചിരൂടെ ആവട്ടെ പിന്നെ ആട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരെ കാണാതെ മരിച്ചുപോയ പേരൻസിന്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക? അപ്പൊ ദാറ്റ് മെയ്ഡ് മീ തിങ്ക് അബൌട്ട് സംതിങ്. നമ്മളെല്ലാവരും മരണക്കിടക്കയിലായിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള കൺസേൺ എന്തൊക്കെയായിരിക്കും? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അല്ലേ? നെവർ എൻഡിങ് ആയിട്ടുള്ള കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ആ സമയത്ത് നമ്മുടെ അവസാനത്തെ ഒരാഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളുടെ അടുത്ത് വേണം എന്നായിരിക്കും. അവരുടെ കയ്യിലൊന്ന് മുറുക്കെ പിടിച്ച് അവരെല്ലാം കണ്ണ് നിറയെ കണ്ട് പോണം എന്നായിരിക്കും. അപ്പോ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ കേട്ടോ. നമ്മൾ ഈ ജീവിക്കുന്ന ഈ മൊമെന്റ്, എടുക്കുന്ന ശ്വാസം, ഇന്ന് കാണുന്ന പുലരി, ഇതെല്ലാം ഇനി ഉണ്ടാവുമോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ കഴിയുന്നിടത്തോളം നമ്മുടെ ചുറ്റുമുള്ളവരെ, നമ്മൾ പ്രിയപ്പെട്ടവരെ, അതായത് നമ്മളുടെ ബന്ധുക്കളാവാം, സുഹൃത്തുക്കളാവാം, എല്ലാവരെയും മേക്ക് ഷുവർ അവർ നമ്മളെ വിളിക്കുമ്പോൾ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു മിനിറ്റെങ്കിലും. കാരണം ഹൂ നോസ്, അടുത്ത മൊമെന്റ് ചിലപ്പോൾ നമുക്ക് അവരെ കാണാൻ പറ്റിയില്ലെങ്കിലോ. ഇന്ന് നമ്മൾ നാളത്തേക്ക് വെക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ നാളെ നമ്മളില്ലെങ്കിലോ. അപ്പൊ ഇന്നത്തെ തോട്ട് ഇതാവട്ടെ. ചുറ്റുമുള്ളവരെ എല്ലാവരോടും സംസാരിച്ച് മനസ്സിലെ ഭാരങ്ങൾ ഒരുപാട് അങ്ങോട്ട് പ്രഷർ കൊടുത്തിട്ട് നെഞ്ചിനങ്ങോട്ട് വേദന കൊടുക്കാതെ കുറച്ചൊക്കെ ഒന്ന് ലൈറ്ററായിട്ട് ശ്വാസമൊക്കെ വലിച്ചു വിട്ട് ഹാപ്പി ആയിട്ട് പോകും. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ.